നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായത്തിലെ 25 മുതൽ 34 ഉൾപ്പെടെയുള്ള 20. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. ആകാശത്തിലെ പക്ഷികളെ നോക്കവേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലിപികളെ നോക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയെ ഒന്നിനെയും പോലെ അലങ്കൃതനായിരുന്നു. ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നത് അതിൻ്റെ ഏറ്റവും പരമ പ്രാധാന്യമർഹിക്കുന്ന പരിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബലിയർപ്പണത്തിൽ സവിശേഷമായിരിക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക? വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആത്മീയമായിട്ടുള്ള ചൈതന്യവും ആ വിശുദ്ധൻ തന്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ച സുഹൃത്തുക്കൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് ഒരു ചൈതന്യമാകാനും ശക്തിയാകാനും അനുഗ്രഹമാകാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ നടത്തുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായി നമ്മൾ ഒരുങ്ങി ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്തൊരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ ഈ തിരുനാൾ ആഘോഷങ്ങൾ നടത്തുന്നുവോ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറുവാനുള്ള അനുഗ്രഹം ഈശോ നൽകട്ടെ എന്നാണ് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നത്. ഒപ്പം ഈ തിരുനാളിന്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഏവർക്കും